നമസ്കാരമുണ്ട്. അപ്പോ TCVയുടെ ഫൺ വിത്ത് മാവേലി ഇതാ വീണ്ടും വന്നിരിക്കുകയാണ്. വേഗം വന്ന് വേഗം അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു, പക്ഷെ നടക്കില്ലാന്ന്. എന്താണെന്നറിയോ? ഒരു ദിവസം അങ്ങോട്ട് ചുറ്റിക്കറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണിക്കുന്നതിൻ്റെയൊക്കെ താഴെ ഒരു നമ്പർ അങ്ങോട്ട് വെച്ചു. അങ്ങോട്ട് വിളിക്കല്ലേ പ്രജകള്, മാവേലി പോവരുത്, മാവേലി പോവരുത്. 10 ദിവസം ഈ TCVയുടെ ഫൺ വിത്ത് മാവേലിയുടെ ഒപ്പം ഇങ്ങനെ വേണമെന്ന് ഇങ്ങനെ പറയാണ്. അതുകൊണ്ട് മാവേലി ഒരു കാര്യം അങ്ങ് തീരുമാനിച്ചു, വേറൊന്നുമല്ല, 10 ദിവസം TCVയുടെ ഒപ്പം ഇങ്ങനെ കറങ്ങ തന്നെ. ഫൺ വിത്ത് മാവേലി ഒരുപാട് ഓണവിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കറക്കം അങ്ങോട്ട് ആരംഭിക്കുകയാണ്. നമ്മുടെ തെക്കേ ഗോപുര നടയുടെ മുൻഭാഗത്ത് നിന്നിട്ട് കണ്ടോ, നല്ല തിരക്കുണ്ട്. ഓണത്തിൻ്റെ തിരക്ക് ഇങ്ങനെ വരികയാണ്. ഇത് കാണുമ്പോൾ നോമിന് വലിയ സന്തോഷാട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങോട്ട് ആരംഭിക്കുകയാണ്. ഫൺ വിത്ത് മാവേലി. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. എങ്ങനെയുണ്ട് ഓണാഘോഷമൊക്കെ? ഓണാഘോഷം അവിടെ വരെയായി. ഓണം എന്ന് പറയുമ്പോൾ ചിരിയോ? എൻ്റെ പൊന്നെ, ബനിയനൊക്കെ പിടിച്ച് ടീഷർട്ട് പിടിച്ചിട്ട് മൂടി പിടിച്ച. എവിടെ പേര്? അനാമിക. അനാമിക എവിടെ വീട്? അയ്യന്തോള്. അശ്വതി. എവിടെ വീട്? പഴയന്നൂര്. എങ്ങനെയുണ്ട് ഓണം? ഓണില്ലാത്തോണ്ട് കുഴപ്പമില്ല. ഓണം ഇല്ലാത്തോണ്ടൊരു കുഴപ്പമില്ലാന്ന്. ആർക്കും ഓണം ഇല്ലാന്ന് പറഞ്ഞേ? അക്കു വോട്ടെടുക്കാണ്. എവിടെ പഠിക്കണോ? എന്തിനാ പഠിക്കണേ? നിങ്ങളുടെ അവിടെ ഓണാഘോഷമൊക്കെ ഉണ്ടോ? ഉണ്ട്. ഈ പ്രാവശ്യം ഓണം പൊരിക്കാൻ തന്നെയാണ്. പുലിക്കളിയുടെ കൂടെ നടക്കാറുണ്ടോ? പുലിന് ഇഷ്ടമാണോ? മാവേലിന് ഇഷ്ടമാണോ? അപ്പൊ ഒരു പാട്ടൊന്ന് പാടിക്കേ. അയ്യോ, പാട്ട് പാടാൻ അറിയില്ല അല്ലേ? എനിക്ക് പാട്ടോട് അറിയില്ല. അയ്യോ, മാവേലി ആരാണ്? ഇങ്ങോട്ട് പിടിച്ചോ, ഇങ്ങോട്ട് വന്നേ. ചോദിക്കട്ടെ ഇങ്ങോട്ട് വന്നേ. മാവേലി വിളിച്ച വരണം കേട്ടോ. മാവേലി വിളിച്ച വരണം. ഇവിടെ നിന്നോ. മാവേലി വിളിച്ച വരണല്ലേ. മാവേലിക്ക് ദേഷ്യം വന്നാണ്ടല്ലോ. എന്താ പേര്? സംഗീത. സംഗീതം പോലെ സംഗീത അല്ലേ? അപ്പൊ 2 വരി ഞാൻ പാടില്ല. പാട്ട് പാടി തന്നാ നല്ലൊരു സമ്മാനം അങ്ങോട്ട് തരാം. പഠിക്കും. മനസാകിണിരാവ് മലയാള ചുണ്ടിൽ മലരോട് പാട്ട്, തിരുവാവണിരാവ് മനസാകിണിരാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്, രാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ. അറിയുള്ളൂ. സാരമില്ല കേട്ടോ, സന്തോഷമായി. അപ്പോൾ ഒരു സമ്മാനം അങ്ങോട്ട് കൊടുക്കാം അല്ലേ? അവർക്ക് കൊടുത്തേക്കാം. എന്തായാലും വെറുതെ വിളിച്ചിട്ട് മാവേലി പാതാളത്തിൽ നിന്ന് വന്നിട്ട് അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല. കണ്ടോ, നമ്മുടെ തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡിൻ്റെ ഒരു ഇടിവെട്ട് സമ്മാനം അങ്ങനെ എല്ലാവർക്കും കൂടെ തരികയാണ് കേട്ടോ. ഒന്ന് പിടിച്ചോളൂ. അപ്പോൾ സന്തോഷമായോ? സന്തോഷമായി. ഹാപ്പി ഓണം അങ്ങോട്ട് പറഞ്ഞേ എല്ലാവർക്കും വേണ്ടിയിട്ട്. ഒന്നോടെ അങ്ങോട്ട് പറഞ്ഞോ. അപ്പോൾ TCVയുടെ ഫൺ വിത്ത് മാവേലിയോടൊപ്പമാണ് ഇപ്പോൾ ഈ പരിപാടി. കാണാറുണ്ടോ? എങ്ങനെയുണ്ട് പരിപാടി? കുഴപ്പമില്ല. അപ്പൊ അതാ എല്ലാവരോടൊക്കെ പോയി പറയാ മാവേലി വന്നൂർന്നു കേട്ടോ. അപ്പൊ ശരി, നമസ്കാരമുണ്ട്. എല്ലാരും കൂടെ പരിചയപ്പെടാം. പേരെന്താണ്? ശ്യാമ. ശ്രീലക്ഷ്മി. രജനി. അർച്ചന. പറഞ്ഞ എല്ലാരും. ഞങ്ങൾ തിരൂരിന്ന്. അപ്പോ ഇതിലാരാ മാവേലിക്ക് ഒരു പാട്ട് പാടി തരണേ? ഒരു പാട്ട് പാടിക്കും. പാട്ടെന്ന് കേൾക്കുമ്പോ ചിരിയാണോ പറഞ്ഞേ? ഏതെങ്കിലും പാടും. മാവേലിക്കൊരു സന്തോഷം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആമോദമോടെ വസിക്കും കാലം ആപത്തങ്ങോട്ടുമില്ലതാനും. ഈ ആപത്തൊക്കെ ഇപ്പൊ ഉണ്ടോ? ആപത്തേ ഉള്ളോ? ഇപ്പൊ നല്ല കാലം വരട്ടെ. അപ്പൊ ഓണത്തിന് എന്താ പരിപാടി ഈ പ്രാവശ്യം? ഓണം ഇപ്പൊ വയനാട്ടിലെ ദുരന്തം നടന്ന കാരണം ഒരു വിഷമുണ്ട്. ഓണാഘോഷിക്കും. ഡ്രസ് എടുക്കാൻ പോയി വരികയാണ്. അപ്പൊ കയ്യിലൊന്നും കാണുന്നില്ലല്ലോ. ഇനി കയറാണ്ട്, കടയിൽ കയറാണ്ട്. തുടങ്ങിയിട്ടുള്ളൂ. പഠിക്കണോ? എന്ത് പഠിക്കുക? 10ല്. ഈ വർഷമാണോ? പാസ്സാവോ? പാസ്സാവണം. പറയാനില്ലേ? എന്താ പറയാ? ഓണത്തിന് എന്ത് പായസം ഉണ്ടാക്കും? പരിപ്പ്. അപ്പൊ ഓണം കേട്ടോ. അപ്പൊ ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് കൊടുത്തേ എല്ലാരും.
ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ TCVയുടെ ഫൺ വിത്ത് മാവേലിയോടൊപ്പമാണ് കേട്ടോ ചിലവഴിച്ചേ. അപ്പോൾ എല്ലാവർക്കും ആശംസകളുണ്ട്. അപ്പോൾ നമ്മളങ്ങോട്ട് പോട്ടെ. ആ നമസ്കാരമുണ്ട്. ഇങ്ങോട്ട് കൈയാട്ടി വിളിക്കണ്ടേ? എന്താ പേര്? എൻ്റെ പേര് ഷീല, മണ്ണുത്തി. എന്തൊക്കെയാ വാങ്ങിയേ? തുണി സാധനങ്ങളൊക്കെ വാങ്ങിട്ട് പോവാം. ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ആയോ? ആയി ഈ പ്രാവശ്യം ഓണം കുഴപ്പമില്ല, കുഴപ്പമില്ല. അപ്പൊ അടിപൊളി തന്നെ, അടിപൊളിയാണ്, ഉഷാറാണല്ലേ? ഉഷാറാ. ഓണം തകർത്ത് ആഘോഷിക്കുക. ശരി ശരി. ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് കൊടുത്തേ. ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം. ആ അപ്പോ ഓണം എവിടെ വരെയായി? ഓണം ഇപ്പോ അത്തം ചിത്രയില്ലേ? കുഴപ്പമില്ല, നന്നായി പോണു. ഉഷാറാണോ? ആ ഉഷാറാണല്ലേ? ഉഷാറാണെന്ന് പറയണോ? ഉഷാറാവണ്ടേ? ആവണം, ഉഷാറാവണം. എന്താ പേര്? ആദിശേഷ്, സൗബരീഷ. ഗിരീഷ പാട്ട് പാടാൻ അറിയോ? ആ ഒരു പാട്ടങ്ങ് പാടിക്കേ, കേക്കട്ടെ. ഓണപ്പാട്ട് പാടാറില്ല. ഓണപ്പാട്ട് ആയിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല, ഏത് പാട്ടെങ്കിലും ആയിക്കോട്ടെ. ഓണപ്പാട്ട് പാടാറില്ല. വേറെ ഏത് പാട്ട് പാടാൻ അറിയാം? സ്കൂളിലെ പാട്ട് പാടാൻ അറിയോ? ആ ഒരെണ്ണം പാടിക്കോ. മാനത്തു രാത്രി കണ്ടൊരു നക്ഷത്രം, കാലത്ത് നോക്കുമ്പോ കണ്ടില്ല, പിന്നൊരു രാത്രി നോക്കുന്ന അപ്പത്തിൻ പാതി കണ്ടില്ല. കണ്ടില്ല അല്ലേ? എന്നാലും നന്നായിട്ടുണ്ട്. നിനക്കറിയോ പാട്ട് പാടാൻ? അപ്പോ എവിടെന്നാ പറഞ്ഞേ? ഞങ്ങൾ മൂർക്കനിക്കര അല്ലേ? അപ്പോ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് പറഞ്ഞേ. വിഷയ ഹാപ്പി ഓണം. വേറെ ആയിരിക്കും വന്നേക്കണേ? മാറിയിരിക്കണ അല്ലേ? ആൾക്ക് താല്പര്യം കുറവാണ്. താല്പര്യം കുറവാണ്. അപ്പൊ ഈ പ്രാവശ്യം ഓണത്തിന് എന്തൊക്കെയാ പരിപാടി? വല്ലയിടത്തൊക്കെ കറങ്ങാൻ പോകണ്ടോ? പ്രത്യേക പരിപാടി ഒന്നും ആയിട്ടില്ല, പരീക്ഷ കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. പരീക്ഷ കഴിഞ്ഞിട്ടാണല്ലേ? കുട്ടികളുടെ മകളുടെ. അപ്പോ ആ കുഞ്ഞിനെ വിളിച്ചേ, പേര് മറന്നുപോയില്ലോ. സൗവർണയ്ക്ക് ഇതാണ്ടോ ഒരു അടിപൊളി സമ്മാനം അങ്ങോട്ട് തരാൻ പോവാ. പാട്ടുപാടി തന്നേനെ നല്ലൊരു സമ്മാനം കേട്ടോ. നമ്മുടെ പള്ളിക്കുള റോഡിലുള്ള, തൃശ്ശൂർ പള്ളിക്കുള റോഡിലുള്ള മന്നിക്ക ഗോൾഡിന്റെ ഒരു ഇടിവിട്ട് സമ്മാനം. സന്തോഷായോ? എന്തൊരു സന്തോഷായി, ഒരുപാട് സന്തോഷായോ? അപ്പോൾ പിടിച്ചോ, രണ്ടുപേരുടെ എല്ലാവരോടും പിടിച്ചോ. പിടിച്ചോളൂ. നിങ്ങളൊക്കെ ആയോ? ആയിക്കൊണ്ടിരിക്കുന്നു. എവിടെയാന്ന് പറഞ്ഞേ? ഗുരുവായൂർ എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടെ വെറുതെ വന്നാണോ? അല്ലല്ല, വർക്ക് എന്നിട്ട് ബാംഗ്ലൂരിന്റെ പൂങ്കുന്നം. അപ്പോ നമ്മുടെ ഈ വർഷത്തെ ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായി? ആയിക്കൊണ്ടിരിക്കുന്നു. ഗുരുവായൂരൊക്കെ പോയോ? അവനെ അമ്പലടുത്തല്ലേ, എല്ലാ ദിവസം പോവോ? ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നത്, വരുമ്പോ പോകും. ഈ പ്രാവശ്യം ഓണത്തിന്റെ പരിപാടികൾ എങ്ങനെയാണ്? ഓണത്തിന്റെ തിരുവോണത്തിന്റെ അന്ന് എന്താണ് രാവിലെ മുതലുള്ള ആ ഒരു കാര്യങ്ങൾ അങ്ങ് പറഞ്ഞേ. രാവിലെ എണീക്കുക, കുളിക്കുക, അമ്പലത്തിൽ പോവുക. എത്ര മണിക്ക് എണീക്കും? അത് അന്നത്തെ ദിവസം നേരത്തെ എണീക്കും. നേരത്തെ എണീക്കും. ഏകദേശം എത്ര മണി? 5 o'clock. 5 o'clock. പിന്നെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ്, പുട്ടും പഴം നല്ല അടിപൊളിയായിട്ട് കഴിക്കും. എൻജോയ് ചെയ്യും, ആഘോഷിക്കാട്ടോ. തീർച്ചയായും. അപ്പോ നമ്മള് എന്താ പേര്? ഓടി പോകണ്ട, പേര് പറഞ്ഞോളൂ. ലിജി. എവിടെ പറഞ്ഞേ? ഞങ്ങൾ ആനക്കല്ലേ. പേരെന്താ? അപ്സര. പേരോ? ആദിദേവ്. കൊടന്നൂര്. എങ്ങനെയുണ്ട് ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? കാര്യമായിട്ട് വാങ്ങി കൂട്ടിയിട്ടുണ്ടല്ലോ. തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഓണായില്ലേ? ഇനിയിപ്പോ എന്തൊക്കെയാണ് അടുത്ത പരിപാടി? ഡ്രസ്സൊക്കെ എടുത്തു. ഇനി അടുത്തതോ? അടുത്തത് ഓണത്തിന്റെ ദിവസം വേണ്ടോ? ഓണത്തിന്റെ ദിവസം കാത്തിരിക്കണു. ഓമനെ കണ്ടപ്പോ സന്തോഷായോ? സന്തോഷായി. ഓമനെ കാണാൻ പറ്റുമോ? തോന്നിയോ? ഇല്ല. കണ്ടിട്ടുണ്ടോ അതിന് മുന്നേ? ഇല്ല. കാണാതെയായിട്ട് കാണാൻ പറ്റിയില്ലേ? അപ്പൊ കണ്ട സന്തോഷത്തിൽ ഒരു പാട്ടൊന്നും പാടി തന്നു. അയ്യോ, എത്ര വേണം? അറിയില്ല. അറിയാവുന്ന പാട്ട് വേണ്ട. അപ്പൊ ഒത്തിരി സന്തോഷമാണ്. അപ്പൊ ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. നമസ്കാരമുണ്ട്. ഓണത്തിന്റെ സെറ്റ് സാരി കൂട്ടത്ത് കണ്ടപ്പോ നോമിന് സന്തോഷമായി. എവിടെ വരണേ എല്ലാരും? ഞങ്ങള് വിമല കോളേജിൽ നിന്ന്. വിമല കോളേജിൽ നിന്ന് വരണത്. പേര് ബിന്ദു. പേര് റീന. നോമിനെ കണ്ടപ്പോ സന്തോഷമായില്ലേ? ഒരു കാര്യം കൊണ്ട് ചോദിച്ചിട്ട് പോവാം. എന്താ ഈ ഓണത്തിന്റെ ഒരുക്കങ്ങള്? ഇപ്പൊ ഇനിയും പിള്ളേർക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ അതിനുശേഷം പിന്നെ പച്ചക്കറി കാര്യങ്ങളിലേക്ക് പോകൂലേ? അത് പോകും. ഇനി എങ്ങനെയാണ്? വിമല കോളേജിൽ എന്താ? ഞങ്ങൾ അവിടെ നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യണം. അവിടുത്തെ ഓണാഘോഷിക്കില്ലേ? അന്ന് സെലിബ്രേഷൻ കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അപ്പൊ സദ്യ കൊണ്ടിട്ടാണ് വരുന്നത്. നോമനെ മാത്രം വിളിച്ചില്ല? അറിഞ്ഞില്ല ഇവിടെ ഉണ്ടെന്ന്. വന്നില്ലാന്നല്ലേ? നോമ ഇവിടെ ഉണ്ട് കേട്ടോ. 10 ദിവസം കൂടെ ഉണ്ട്. ഒരു ഓണാശംസ കൊടുത്തോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ ഹാപ്പി ഓണം എന്നാണ് പറഞ്ഞിരിക്കണേ. കൊള്ളാലോ. എന്താ ഡ്രസ്സാടാ അത്? ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആണോ? നോമന് ഇത് പറ്റുമോ? പറ്റില്ലല്ലോ. ഇത് തന്നെയാ നല്ലത്. എന്താ പേര്?
പേരെന്താ? പൃഥ്വി ആ, അമ്പോ. ആ, ലിബിൻ, ആ. ജസീൻ. എങ്ങനെയുണ്ട് ഓണം? അടിപൊളി. ഓണത്തിന് എന്തൊക്കെയാ പരിപാടി? ഫുഡ് അടിക്കണം. കറങ്ങാൻ പോണം. എവിടെയൊക്കെ കറങ്ങും? പെണ്ണുകാട്ടൊന്നുമില്ല, വെറുതെ. അവൻ പറഞ്ഞ കേട്ടോ, പെണ്ണുങ്ങളായിട്ട് കറങ്ങൂന്ന. നീ പെണ്ണുങ്ങളായിട്ട് കറങ്ങോ? ഇല്ല. എന്താടാ അങ്ങനെ പറയണേ? ചുമ്മാ പറഞ്ഞോ? എന്റെ കൂട്ടുകാരനെ കുറിച്ച് അങ്ങനെ പറയാൻ ആ ശരിയാ, എന്തിനാണ് അങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഇതെന്തുവാടാ വാങ്ങിയേക്കണേ? ഡ്രസ്. എന്തൊക്കെ ഡ്രസ്? ബെൽറ്റോ? പാമ്പിനെ പൊല്ലിക്കണ്ടല്ലോ. ഫാഷൻ. പിന്നെ ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. അവരൊക്കെ പറയേ. ഹാപ്പി ഓണം. നമസ്കാരം കേട്ടോ. കണ്ടപ്പോ സന്തോഷമായോ? കുഴപ്പമില്ലാന്നോ? ആർക്കും കുഴപ്പമില്ലാന്ന്. എന്താ പേര്? ആൻമരിയ, ആര്യ, നിരഞ്ജന, എവിടേക്കാ പഠിക്കണത് നിങ്ങള്? മാർത്തോമ, JHSS തൃശ്ശൂർ. +1 +2? +2. അവിടെ തന്നെ. ഒരുമിച്ച് അവിടെയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ഓണാഘോഷങ്ങളൊക്കെ തുടങ്ങി അവിടെ? ഇല്ല, തുടങ്ങിയിട്ടില്ല. എക്സാം ആണ്. അതിന്റെ ടെൻഷനാണോ? ഇതെന്താ കാര്യമായിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ? സെലിബ്രേഷൻ ഒക്കെ അല്ലേ, അപ്പൊ അതിന്റെ ഒക്കെ. സെലിബ്രേഷൻ എന്താ? നിങ്ങൾ ഇടുന്ന ഡ്രസ് എന്താ? സാരിയാണോ? അല്ലല്ല, ധാവണി. പുതിയ മോഡലാണോ? അതെ. കളറുകളൊക്കെ അല്ലേ? അപ്പൊ എല്ലായിടത്തും നിങ്ങളുടെ ഓണാഘോഷം എന്താണ് അവിടെ? അവിടെ 13-ാം തീയതി. നിങ്ങളുടെ വീട്ടിലെ ഓണാഘോഷമൊക്കെ എങ്ങനെയാ? വീട്ടില് പ്രത്യേകിച്ച് ഒന്നുമില്ല, സദ്യയൊക്കെ ഉണ്ടാക്കും. സദ്യയൊക്കെ ഉണ്ടാക്കും, പൂക്കളിടും, അങ്ങനെയൊക്കെ. കലാപരിപാടികൾ ഉണ്ടാവും. കലാപരിപാടി. എന്നൊരു പാട്ട് പാടിക്കേ. അയ്യോ, അങ്ങനല്ല. പാട്ടൊക്കെ പാടിക്കേ. നോമിന് ഒരു 2 വരി പാട്ട്, ഇഷ്ടമുള്ള പാട്ട്. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളല്ലേ, 2 വരി പാട്ട്. മാവേലി അല്ല, അപ്പൊ മാവേലി ഒരുമിച്ച് അങ്ങോട്ട് പാടാം. വണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. എനിക്കത്ര ഉള്ളൂ. അത്ര അറിയോളൂ. ഇതും പാട്ട് മുഴുവൻ പഠിക്കണം കേട്ടോ. നോം വരുമ്പോ പാടുന്ന പാട്ട് മുഴുവൻ പാടില്ലെന്ന് ഒരു സമ്മാനം കൂടെ കൊടുക്ക തരട്ടെ. അപ്പൊ 3 പേർക്കും കൂടെ കൂടിയിട്ട് ഒരു കിടിലൻ സമ്മാനം കിട്ടി തരുവാണ് കേട്ടോ. കണ്ടോ, നമ്മുടെ തൃശ്ശൂർ പള്ളിക്കൽ റോഡിലുള്ള മനിക ഗോൾഡിന്റെ അടിപൊളി ഒരു ഡയമണ്ടിന്റെ കൊതിയായില്ലേ? ഡയമണ്ട് നേട്ടപ്പോ ഡയമണ്ട് എന്ന് പറഞ്ഞപ്പോ കണ്ടോ, കണ്ണൊക്കെ അങ്ങോട്ട്. പാട്ട് പാടായിരുന്നു തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല. ഈ ഒരു പാട്ട് പാടണ്ടോ? അല്ല, കുഴപ്പമില്ല. ഞാൻ പറയണത് മുഴുവൻ കേൾക്കുക. മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. അതിന് മുന്നേ ഡയമണ്ട് എന്ന് കേട്ടപ്പോ തന്നെ അങ്ങോട്ട് സന്തോഷമായി. അങ്ങനെ സന്തോഷിക്കണ്ട, 3 പേര് പിടിച്ചോ. താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാരും ഉണ്ടല്ലോ. എങ്ങനെയുണ്ട്? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എവിടെന്ന് പറഞ്ഞേ? ഞങ്ങൾ വടക്കാഞ്ചേരി. ആയിരിക്കും വന്നേക്കണേ? വടക്കാഞ്ചേരി. ഞങ്ങൾ 3 മക്കൾ. നോമിനില്ലേ ഐസ്ക്രീം? നോമിനെ ഇപ്പോഴാണ് തരണത്. എന്തായാലും കഴിച്ചോട്ടോ, സന്തോഷമുണ്ട്. പേരെന്താ? ഏഞ്ചൽ, ഐറിൻ, അനു, വിൻസി. അപ്പോൾ എങ്ങനെയാണ് ഈ ഓണത്തിന്റെ ഒരു നിങ്ങൾക്ക് കയറിക്ക ഐസ്ക്രീം കഴിക്കണ കുട്ടി ഓർഡർ ചെയ്തിട്ടാ? പറഞ്ഞോ, എങ്ങനെയുണ്ട് ഓണത്തിന്റെ ഒരുക്കങ്ങൾ? അപ്പം നമ്മൾ അത്തം കഴിഞ്ഞു, സെറ്റായിട്ട് ഓരോന്ന് ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റാവണം. വീട്ടിലെ ഒരു ഓണാഘോഷം എങ്ങനെയാ? അത്തം പൂക്കളിട്ട് തുടങ്ങി, സെറ്റായി. ഇനി സെറ്റായി അല്ലേ? ഓണം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഡ്രസ്സൊക്കെ നേരത്തെ എടുത്തോ? ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുന്നു. പരീക്ഷയാണോ ഇപ്പോൾ? പരീക്ഷയുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഓണത്തിന് എന്തൊക്കെ വാങ്ങി തന്നു? ഡ്രസ് മേടിച്ചു. ഇനി എന്തൊക്കെ വാങ്ങി തരണം? ഇപ്പൊ പറഞ്ഞോ, റെഡിയാക്കി തരാം. ഇനിയൊന്നുമില്ല. എല്ലാം മേടിച്ചു. പിന്നെ മേടിച്ചു. എന്തൊക്കെ വാങ്ങി? ഡ്രസ് മേടിച്ചു, എല്ലാം മേടിച്ചു. എല്ലാം മേടിച്ചു. എന്തൊക്കെ മേടിച്ചു? ഡ്രസ് മേടിച്ചു, എല്ലാം മേടിച്ചു. നിങ്ങളുടെ കോളേജിലോ സ്കൂളിലൊക്കെ ഓണാഘോഷം ഉണ്ടോ? ഞാൻ കോളേജിൽ പോയി തുടങ്ങിയിട്ടില്ല. ഇപ്പൊ +2 കഴിഞ്ഞിരിക്കാം, നഴ്സിംഗ്. അപ്പൊ ഹാപ്പി ഓണം. എന്തുണ്ട്? ഇങ്ങോട്ട് വരിക. ചോദിക്കട്ടെ. എന്താണ് സഞ്ചിയില് കാര്യമായിട്ടുണ്ടല്ലോ? പലചരക്ക്. കണ്ടോ, ഓണത്തിനുള്ള പരിപ്പ് പായസാണോ? സന്തോഷായി. ഹാപ്പി ഓണം. ഇതെന്താ പേര്? സ്നേഹ. എവിടെന്ന് പറഞ്ഞ എല്ലാരും? വെങ്ങണശ്ശേരി അമ്മാടം. അലംകൃത. അനന്തു. ആരിനന്ദ. നിങ്ങളെ ഓണാഘോഷമൊക്കെ എവിടെ വരെയായി? ഓണാഘോഷം കുഴപ്പമില്ലല്ലോ, പോയിക്കൊണ്ടിരിക്കുന്നു. എന്തിനാ നിങ്ങൾ എല്ലാവരും കൂടെ വന്നേ? ഡ്രസ്സൊക്കെ നോക്കണം, കുറച്ച് ഓണക്കോടി അല്ലേ? അപ്പോ പാട്ട് പാടാൻ അറിയണ ആളാണല്ലോ. 2 പേരും എനിക്കറിയില്ല.
ഇല്ല കുഴപ്പമില്ല. ആ എന്തായാലും എല്ലാവരും ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് പറഞ്ഞോ. ആ പോരുത്, നോമനെ കണ്ടിട്ട് ഫോട്ടോ എടുത്തിട്ടോ. പോലെ പോലെ അവിടെ നിൽക്ക, അവിടെ നിൽക്ക. നോമനെ കണ്ടിട്ട് അങ്ങനെ പോകാൻ പാടില്ല. എന്താ പേര്? ജാസ്മിൻ. ഫൗസ്റ്റീന. എങ്ങനെയുണ്ട് നമ്മുടെ ഈ തൃശ്ശൂരിലെ ഓണത്തിരക്കൊക്കെ? ഓ ഭയങ്കര, ഒരു രക്ഷയില്ല. സിസ്റ്റർ ഇവിടെ തന്നെ ഉള്ളതാണോ അതെയോ ഞങ്ങളിപ്പോ താമസിക്കുന്നത് തലക്കോട്ടുകര, നാടെവിടെയാ? ആലപ്പുഴ. ആലപ്പുഴക്കാരികളാണ്. ഞാൻ കോട്ടയം. കോട്ടയം. അപ്പോൾ അങ്ങനെയുണ്ട് ഈ ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തു നിന്നും തൃശ്ശൂർ വന്നപ്പോൾ തൃശ്ശൂർക്കാരുടെ ആ ഒരു പ്രത്യേക വൈബ് എങ്ങനെയുണ്ട്? പുതിയ ഭാഷ കടക്കുകയാണെങ്കിൽ നോം ഇംഗ്ലീഷൊക്കെ പഠിച്ചു കേട്ടോ. വെരി ഗുഡ്. തൃശ്ശൂർക്കാരുടെ വൈബ് ഒരു രക്ഷയില്ല, സൂപ്പറാ. സൂപ്പറാണ്, നല്ല ഡിഫറൻസ് ഉണ്ട്. നല്ല എന്താ പറയുക, സൂപ്പറായിട്ടുണ്ട്. തിരക്കും എൻ്റെ ഒരു മൂഡൊക്കെ ഉണ്ട്. സൂപ്പർ. അതല്ലേ, അപ്പോൾ ഓണത്തിന്റെ ആ ഒരു തിരക്കിലേക്ക് എത്തി. അതെ അതെ അതെ. നമ്മുടെ പ്രേക്ഷകരോട് ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. നമ്മളിപ്പോൾ ഉള്ളത് TCVയുടെ ഫൺ വിത്ത് മാവേലിയോടൊപ്പമാണ്. ഓണവിശേഷങ്ങളായിട്ടൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം അല്ലേ? ഓണാശംസകൾ, എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ സന്തോഷം. മാവേലി. മാവേലി പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടി. നേരത്തെ എത്തി, ഇന്നലെ തന്നെ എത്തി. എന്താ പേര്? സുമിത്ര. എവിടെന്ന് പറഞ്ഞേ? എടനാട്. എങ്ങനെയുണ്ട് ഓണാഘോഷമൊക്കെ? കുഴപ്പമില്ല. കാര്യമായിട്ടൊക്കെ കിട്ടണ്ടോ? ഉണ്ട്. ഇവിടെ തന്നെയാണോ മേടിക്കാറൊക്കെ? എല്ലാം ഇവിടെ. ചേട്ടൻ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു തരുമോ? ഉണ്ട്. അപ്പോ എന്താ ചെയ്യണേ? അല്ല, ഞാനിവിടെ ഫുഡ് ഫണ്ടിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുക. എവിടെ സ്ഥലം? പട്ടിക്കാട്. അവിടുത്തെ ജോലിക്കാരിയാണ്. അപ്പോ ഉഷാറാവട്ടെ കേട്ടോ. ഓക്കെ. അപ്പോ നമ്മുടെ ഫൺ വിത്ത് മാവേലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ഓണം. അപ്പോ എവിടെ വരണേ എല്ലാവരും? ഞങ്ങൾ വരടിയും. ആരൊക്കെയുള്ള കൂടെ? അമ്മയുണ്ട്, ഉണ്ണികളുണ്ട്, രണ്ടാളും. ചോദിക്കട്ടെ. എങ്ങനെയുണ്ട് ഓണാഘോഷത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? നല്ല അനിക്കും. എന്തൊക്കെ വാങ്ങിക്കൂട്ടി? ഡ്രസ്സൊക്കെ വാങ്ങി, പിള്ളേർക്ക് മുണ്ട് വാങ്ങി. ഓണത്തിനല്ലോ ടൂറ് പരിപാടിയൊക്കെ ഉണ്ടോ? ടൂറൊന്നുമില്ല. ടൂറൊന്നുമില്ലേ? വീട്ടിൽ തന്നെ വെറുതെ ഇങ്ങനെ ചുറ്റാറിങ്ങിന്ന് മാത്രം. തിരുവോണത്തിന് അന്ന് എന്താ സ്പെഷ്യല്? തിരുവോണത്തിന് പായസം കഴിക്കില്ല ഇവരാരും. അവരാരും കഴിക്കില്ലേ? എന്താ വെച്ചു കൊടുക്കണം? വെച്ചുകൊടുക്കും. ഓർഡർ ചെയ്യണോ അതെയോ? അല്ല, വെച്ചുകൊടുക്കും. എന്ത് പായസാണ്? പാലട. ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് പറഞ്ഞേ. ഹാപ്പി ഓണം. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. അപ്പോൾ TCVയുടെ ഫൺ വിത്ത് മാവേലിയോടൊപ്പമാണ്. അപ്പോൾ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. നമ്മളിങ്ങനെ ഫൺ വിത്ത് മാവേലി, TCVയുടെ ഫൺ വിത്ത് മാവേലി ഇങ്ങനെ നടന്നു. അതേ കണ്ടോ, ആൾക്കാരോട് ചോദിക്കാം. നമസ്കാരമുണ്ട്. എവിടെ നിന്ന് പറഞ്ഞേ? വെളപ്പായ. അത്താണി. എങ്ങനെയുണ്ട് ഓണാഘോഷം? നന്നായി പോണു. കോളേജിലാണോ? അല്ലല്ല, സ്കൂളിലാ. ഏത് സ്കൂളിലാ? ഭവൻസ് പോട്ടൂര്. അപ്പോൾ അവിടെ ഓണാഘോഷം ഉണ്ടോ? ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഓണാഘോഷമൊക്കെ? നന്നായി പോണു. വീട്ടിലെന്തൊക്കെയാ പരിപാടി പ്രാവശ്യം? വീട്ടില് നല്ല പരിപാടികള്. നോമനെ വിളിക്കണ്ടോ? വിളിക്കാലോ, തീർച്ചയായും വന്നോളൂ. എന്തൊക്കെയാണ് സ്പെഷ്യൽ അവിടെ ഈ പ്രാവശ്യം? സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഓണത്തിന് ഉണ്ടാവണത് തന്നെ പായസം. എത്ര തരമുണ്ട്? പായസം 2 തരം വെക്കും. എന്തൊക്കെയാണ്? പാലട, പരിപ്പ്. 2 തരം ഉണ്ടല്ലേ? അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ഞങ്ങളിവിടെ ഒല്ലൂരിന്ന്. എങ്ങനെയുണ്ട്? നോമനെ കണ്ടപ്പോൾ സന്തോഷമായി. ഒന്നങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക. ഓണം സന്തോഷമൊക്കെയാണ്, പക്ഷെ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. നമ്മുടെ വയനാട് ദുരന്തം കഴിഞ്ഞിരിക്കല്ലേ, പിന്നെ ആഘോഷം വരുമ്പോൾ പകുതി സങ്കടം അങ്ങോട്ട് പോകണം, അതൊക്കെ തന്നെ. പിന്നെ വേറെ എന്താ, ഓണമായിട്ട് ഞങ്ങൾക്കൊരു പുതിയ കുഞ്ഞാവ് വരാൻ പോവാ. ഷീസ് എ പ്രഗ്നന്റ്, 9 month ആയി. അതിന്റെ സന്തോഷമുണ്ട്. അതിന്റെ പർച്ചേസ് ആയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാ. ഈ പ്രാവശ്യത്തെ ഓണം ഗംഭീരാവും തീർച്ചയായിട്ടും. പേര് പറഞ്ഞു? എൻ്റെ പേര് ദേവിക. ദേവിക എന്താ ചെയ്യണേ? ഞാൻ അക്കൗണ്ടന്റ് ആണ്. എവിടെയാണ്? ഇവിടെ തൃശ്ശൂര്. ഈ ഓണത്തിനെ സംബന്ധിച്ച് അന്നത്തെ ദിവസത്തെ ഒരുക്കങ്ങൾ എങ്ങനെയാ? ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് തിരക്കെന്ന് പറയുമ്പോ എങ്ങനെയാ? ഓണത്തിന്റെ തിരക്കെന്ന് പറഞ്ഞാൽ എന്താ, അത്തം വീട്ടിൽ രാവിലെ തൊട്ടുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാ? രാവിലെ എണീക്ക, അമ്പലത്തിൽ പോവാ, പിന്നെന്താ വീക്കും. രാവിലെ അമ്പലത്തിൽ പോവാം, വീട്ടിൽ അത്തിടുക. പിന്നെ ബന്ധുക്കളൊക്കെ ആയിട്ട് വരുമ്പോൾ എൻ്റെ ഫാമിലീസും വരും. എൻ്റെ ഫാമിലീസ് വരും. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഇവിടെയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ള എൻ്റെ കല്യാണം കഴിഞ്ഞ എൻ്റെ ആദ്യത്തെ ഓണം ഇവിടെ കേട്ടോ. ഇതാണ് എൻ്റെ ഫസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും വിട്ടില്ല, മാവേലി വിട്ടില്ല. അവിടെ നിൽക്കുക. ബസ് പോവാണെങ്കിൽ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ച് പോകും. ഒരു പാട്ടം കൂടി പാടിട്ട് പോകും. 2 അമ്മ വിളിക്കുന്നു. ഓക്കെ, നമ്മൾ വിളിക്കണം. പാട്ട് എനിക്ക് പ്രത്യേകിച്ച് പാട്ടൊന്നും അറിയില്ല. എന്താ പാട്ട് പാടുക?
സന്തോഷ ദിവസല്ലേ? എന്താ ചെയ്യാ, തിരക്കോട് തിരക്ക്. ഓണത്തിരക്കിന്റെ ഇടയിൽ ഇങ്ങനെ കൈ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് പോവാ. നമസ്കാരമുണ്ട്. സന്തോഷായോ? സന്തോഷായി. ഓണം ഉഷാറാണ്. ഇവിടം വരെ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ വരെ എത്തിയിട്ടുണ്ട്. ഇനി വീട്ടിലേക്ക് പോകണം. വീട്ടിൽ പോയിട്ട് അങ്ങനെ ഓണം അങ്ങനെ ആഘോഷിക്കണം എന്ന് വള്ളംകളി എല്ലാം നോക്കണം. നോക്കണം. എന്നാ ഉഷാറാവട്ടെ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഉഷാറാണ്. എല്ലാവരും സന്തോഷത്തിലൊക്കെ. എന്തുണ്ട് ഓണം വിശേഷം നല്ലതായിട്ട് പോണ്. ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ അയക്കണേ ആയിക്കണല്ലേ? അതിന്റെ ഓണക്കോടിയൊക്കെ വാങ്ങിയോ? എല്ലൊക്കെ വാങ്ങാൻ പോണ് കേട്ടാ. എന്തുണ്ട്? നല്ലതന്നെ. നമ്മളെ TCVന്റെ ഫൺ വിത്ത് മാവേലിയുടെ ഒപ്പമാണോ? ഒന്നിങ്ങ് തിരിഞ്ഞു നിൽക്കുക എല്ലാവരും. എവിടെന്നാ പറഞ്ഞേ? കുറ്റിപ്പുഴന്ന്. ഞങ്ങൾ മൂക്കന്നൂര്. ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായി? നിങ്ങൾ എങ്ങനെയാണ് ഓണാഘോഷമൊക്കെ? ഓണാഘോഷം അങ്ങനെ ആയിട്ടൊന്നുമില്ല, അത് ആവണുള്ളൂ. അങ്ങോട്ട് അതിന്റെ തിരക്കിലാണല്ലേ? തിരക്കിലാണ്. ഹാപ്പി ഓണം കേട്ടോ. ഹായ്, ഹാപ്പി ഓണം. ഞങ്ങക്ക് ഓണം ഇല്ല ഈ കൊല്ലം. എന്താ പറ്റി? എന്റെ ചേച്ചി മരിച്ചിരിക്കാണ്. അപ്പൊ അത് കാരണം ഓണം ഇല്ല ഈ കൊല്ലം. അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ ഇപ്പൊ ആസ്പത്രിയിൽ നിന്ന് ഞങ്ങൾ വന്നതാ. സാരില്ല, നമുക്ക് അടുത്ത വർഷമൊക്കെ ആഘോഷിക്കാം കേട്ടോ. എന്തായാലും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. എല്ലാ അനുഗ്രഹവും ഉണ്ട്. അതന്നെ. ആ ശരി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. മാനുവൽ, കിഷൻ, ആന്റണി, ആഷോൺ. ഫോട്ടോ എടുക്കണ്ടോ? എന്നാ ഫോട്ടോ എടുക്കുന്ന ആളോട് ചോദിക്കട്ടെ. എന്താ പേര്? ഫോട്ടോ എടുത്തോ? അതാ ചോദിക്കട്ടെ. രാജി. എവിടെന്ന് പറഞ്ഞേ? പന്തലാമ്പാടം. പന്തലാമ്പാടം. എങ്ങനെയുണ്ടോ ഓണാഘോഷം? ഓണാഘോഷം ആവുന്നല്ലേ ഉള്ളൂ. അതിന്റെ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് തോന്നുന്നു. കുറച്ചൊക്കെ. ഈ പ്രാവശ്യം എല്ലായിടത്തൊക്കെ പോകുന്നുണ്ടോ? ഇല്ല, വീട്ടിൽ തന്നെ. ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. നമസ്കാരമുണ്ട്. നമസ്കാരം. നോമനെ കാണുമെന്ന് വിചാരിച്ചോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതാണല്ലേ? അതെ. അപ്പൊ എവിടെന്ന് പറഞ്ഞേ? വടക്കഞ്ചേരി, പാലക്കാട്. ആരൊക്കെയുണ്ട് കൂടെ? അനിയൻ. അനിയൻ ഫോട്ടോ എടുക്കുന്നുണ്ടല്ലേ? അപ്പൊ അത്യാവശ്യം ഓണത്തിന്റെ പർച്ചേസ് ഒക്കെ ആയോ? കാര്യമായിട്ടുണ്ടല്ലോ. ഉണ്ട്. ജെൻസ് വെയർ ഡ്രസ്സൊക്കെ എടുത്തു. അപ്പൊ ആർക്കാണ് കൊടുക്കുന്നത്? അനിയനാണ്. എന്താ ചെയ്യണേ? ഞാൻ HDC പഠിക്കുന്നു. കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഓണത്തിന്റെ വിശേഷങ്ങൾ, വീട്ടിലുള്ള ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ. ഓണക്കോടി കിട്ടിയിട്ടില്ല. ഓണക്കോടി നമ്മൾ തന്നെ എടുക്കാം. നമ്മൾ നോം ഒരു സമ്മാനം തരാം. ഒരു 2 വരി പാട്ട് അങ്ങോട്ട് പാടി തന്നെ. അയ്യോ, പാട്ടോ? അറിയാവുന്ന എന്തെങ്കിലും? ഓണപ്പാട്ട് മതിയോ? മതി, കുഴപ്പമില്ല. ഓക്കെ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കുമൊട്ടില്ലതാനും. സന്തോഷായി. അപ്പൊ നമ്മൾ വെറുതെ വിടുന്നില്ല. എവിടെ സമ്മാനം തന്നെ ചേട്ടൻ എന്ത്? നമ്മുടെ തൃശ്ശൂർ പള്ളിക്കൽ റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ്. പാട്ട് സൂപ്പർ ആയിട്ടോ. പിടിച്ചോളൂ. സന്തോഷമായോ? സന്തോഷം. ഇത് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഒരിക്കലും. ഓമനെ കാണുന്നു പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലും ഇല്ല. സമ്മാനം കിട്ടുമോ? ഇല്ല. ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം എല്ലാവർക്കും. ഫോട്ടോ എടുക്കാൻ സുഖാണ്. ഫോട്ടോ എടുക്കണത് എടുക്കാനാട്ടാ. അന്ന് ഫോട്ടോ എടുത്തോ. ആരാ ഫോട്ടോ എടുക്കണേ? ഫോട്ടോഗ്രാഫർ എടുക്കണ്ടെന്ന്. അത് നമ്മുടെ ഫോട്ടോഗ്രാഫറാണ്. ആയിക്കോട്ടെ. എവിടെ വീട്? പട്ടിക്കാട്. അപ്പൊ TCV വിൽക്കുക. TCVയില് മാവേലി വിത്ത് ഫൺ കേട്ടോ. എല്ലാ ദിവസവും രാത്രി 7:45 മുതൽ 8:30 വരെ. മറക്കരുത്. അപ്പോ ഒരു ഹാപ്പി ഓണം പറഞ്ഞ എല്ലാവരും. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. TCV ഒക്കെ കാണാറില്ലേ? കാണാറുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. ഉഷാറല്ലേ? അതെ. സന്തോഷം. അപ്പോ ഇത് എല്ലാ ദിവസവും 7:45 ഉണ്ട് വൈകുന്നേരം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നു പോവുകയാണ്. ആളുകളൊക്കെ ഉണ്ടോ നോമ്പ് വന്നപ്പോൾ വലിയ സന്തോഷമായി. ഓണത്തിരക്കുകൾ കണ്ടില്ലേ? എല്ലായിടത്തും വലിയ തിരക്കുകളാണ്. ആ തിരക്കിൻ്റെ ഇടയിലൂടെ നോമ്പ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവരെ വിശേഷങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞേ നമ്മളോട് പോകുമ്പോൾ വലിയ സന്തോഷമാണിത്. നമസ്കാരമുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക. ആരൊക്കെയുള്ള കൂടെ? എല്ലാവരും ഒന്നുകൂടെ നിർത്തിക്കാന്ന് ചോദിക്കട്ടെ. വിശേഷങ്ങളൊക്കെ പങ്കെടുത്ത് എങ്ങനെയുണ്ട്? അടിപൊളി. ഓണത്തിന്റെ ഒരുക്കം അവിടെ വരെയായി. ഓണത്തിന്റെ ഒരുക്കം ഇതേപോലത്തെ തുണിയെടുക്കാനും അതിനൊക്കെ വന്നു. അടിപൊളിയായിട്ട് നടക്കണോ? മാവേലി ഫ്രീക്ക് മാവേലിയാണ്. അങ്ങോട്ട് തിരിഞ്ഞു തന്നെ. ശരിയപ്പോ മാവേലി കാണാം. ഉണ്ടോ മാവേലി മെതിയടി ഇടണത്? ഞാൻ പറഞ്ഞു മടുത്തു. ഫ്രീക്കാന്ന്. പക്ഷേ ഫ്രീക്ക് മാവേലി എന്ന് പറഞ്ഞിട്ട് ആർക്കും കൊണ്ട് ഇഷ്ടപ്പെടണില്ല. പക്ഷെ എന്തായാലും നമ്മൾ കാലത്തിനനുസരിച്ചൊരു മാറ്റങ്ങളൊക്കെ വരണമല്ലോ.
ആ മാറ്റങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ നടക്കുന്നത്. അതെവിടുത്തെ കുറച്ച് പേര് വരുന്നുണ്ടെന്ന് ചോദിച്ചു നോക്കാം. നമസ്കാരമുണ്ട്, ഇങ്ങോട്ട് വരിക ചോദിക്കട്ടെ, എന്താ പേര്? ഇങ്ങോട്ട് കയറിയെന്നുള്ളൂ. വൈഗ എവിടെന്നാ പറഞ്ഞേ? അമ്മാടം. എങ്ങനെയുണ്ടോ ഓണാഘോഷം? എന്തൊക്കെ വാങ്ങി തന്നു? ഡ്രസ്സ് മേടിച്ചു. നീ വളയമാല മേടിക്കണം. അതല്ലേ മേടിച്ചു കൊടുക്കാൻ പോവാ. ഒരു വൈകി 2 വരി പാട്ട് പാടി തന്നെ. രണ്ടുപേരും പാട്ട് പഠിക്കും. ഒരു ആഗ്രഹം. സ്കൂളിൽ പഠിച്ച പാട്ടായാലും കുഴപ്പമില്ല, കവിതയായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. നല്ല ചിരിയാണേ. പരനിറയെ പൊന്നടക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പരനിറയെ പൊന്നടക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. നന്നായിട്ടുണ്ട്. പാട്ട് പഠിക്കണ്ടോ? പാട്ട് പഠിക്കാൻ പോണം. എവിടെ സമ്മാനം തന്നെ ചേട്ടൻ എന്തിയേ? അല്ല, നമ്മൾ വെറുതെ അങ്ങോട്ട് വിടല്ല. പാതാളത്തിൽ നിന്ന് ഒരു കെട്ട് സമ്മാനമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് കണ്ടോ, അത് നിൽക്കുന്ന ഒരു കിടിലൻ സമ്മാനമാണ് തരാൻ പോണേട്ടോ. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് നിൽക്കുക. ഇങ്ങോട്ട് വരിക. 3 ഇങ്ങോട്ട് നിൽക്കുക. അന്ന സമ്മാനം അങ്ങോട്ട് കൊടുക്കണില്ല. നോമ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്, പാതാളത്തിലേക്ക് തന്നെ. ഒരുമിച്ച് നിൽക്കാണ്ട് സമ്മാനം തരില്ല. ഇങ്ങോട്ട് നിൽക്കുക, നടുക്കോട്ട് അങ്ങോട്ട് നിൽക്കുക. ഒരു സമ്മാനം തരുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക. ഇങ്ങോട്ട് കയറി നിൽക്കുക, പിടിച്ചോളാം. ഇതിപ്പോൾ തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന കിഡിലെ സമ്മാനം എല്ലാവരും ഒരുമിച്ച് പിടിച്ചോ. സന്തോഷമായോ? ചിരിച്ചിട്ടങ്ങോട്ട് ചിരി അടക്കാൻ പറ്റണില്ല. സന്തോഷമായെന്നൊന്ന് പറഞ്ഞേ. ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. അപ്പോൾ ഹാപ്പി ഓണം. എങ്ങനെയുണ്ട് ഓണത്തിന്റെ ഒരുക്കങ്ങൾ? നന്നായിട്ട് പോണു. എവിടെ പറഞ്ഞ എല്ലാവരും? ഞങ്ങള് അവിടെ കടയിലേക്ക് പോയി. ഈ പ്രാവശ്യം എങ്ങനെ ഓണം എങ്ങനെ തകർക്കുവോ? ഓണക്കോടിയൊക്കെ വാങ്ങിയോ? പിന്നെ എല്ലാം പർച്ചേസ് ഒക്കെ തുടങ്ങിയോ? ഓരോന്ന് തുടങ്ങണു. ഈ പ്രാവശ്യം ഓണം തകർക്കും. നമ്മുടെ പ്രേക്ഷകരോട് ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ഓണം തകർക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെ അവിടെ ഓരോ ആളുകൾ ഇങ്ങനെ ഓണം ആഘോഷിച്ച് ഇങ്ങനെ പോവുകയാണ്. ദേഹത്തെ കുറേ ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്തേക്ക് അതൊക്കെ കടന്നു പോകണം. ഫൺ വിത്ത് മാവേലി. കണ്ടോ, സെറ്റ് സാരി കൊടുത്ത് ചേച്ചി നിൽക്കണ്ടല്ലോ. എന്താ പേരാവോ? വത്സലേച്ചി എവിടെ നിന്ന് പറഞ്ഞേ? തൃശ്ശൂര് ചെമ്പുകാവ്. പേരെന്താണാവോ? വാസന്തി. എന്താ ചെയ്യണേ? ഞാൻ കോർപ്പറേഷനിൽ വർക്ക് ചെയ്യണു. കോർപ്പറേഷനിലെ. അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെ ഓണത്തിന് ഒരുക്കങ്ങൾ അവിടെ വരെയായി? വേഗമൊക്കെ നടന്നുകൊണ്ടിരിക്കണു, സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഈ പ്രാവശ്യം വല്ല പ്രത്യേകത ഉണ്ടോ? പ്രാവശ്യം പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഓണത്തിന് എവിടെയൊക്കെ എന്താണ് നിങ്ങളുടെ പരിപാടി? അതായത് നിങ്ങൾ വല്ല ടൂറ് പോകാറുണ്ടോ? അതേ ബന്ധുക്കളുടെ വീട്ടിൽ പോകാറുണ്ടോ? എങ്ങനെയൊക്കെയാ? ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകാറുണ്ട്, ടൂറ് പോകാറില്ല, വീട്ടിൽ തന്നെ. വിശേഷം ഇതുപോലെ തന്നെ. എൻ്റെ വീട് ഇവിടെ തൃശ്ശൂരാണ്. എൻ്റെ കല്യാണം കഴിച്ചു കൊടുത്തത് കപ്പൽപ്പള്ളി അറവ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരും. ഇവിടെയാണല്ലോ ആഘോഷം, തൃശ്ശൂർ ടൗണിൽ. പുലിക്കളി കാണാൻ വരാറുണ്ടോ? ഇവിടെ ഞങ്ങൾ അടുത്തല്ലേ. ഈ പ്രാവശ്യം പുലിക്കളി ഇല്ലാന്ന് പറഞ്ഞപ്പോൾ വിഷമായോ? നല്ല വിഷമമുണ്ട്. വിഷമൊക്കെ മാറിയോ? വിഷമം മാറില്ല എന്ന് പറഞ്ഞ പിന്നെ എന്താ ചെയ്യാ? ഇപ്പൊ ഉണ്ടല്ലോ, ഈ പ്രാവശ്യം ഉണ്ടല്ലോ. പ്രശ്നം ഉണ്ടെങ്കിൽ കാണാം. എന്തായാലും ഉഷാറാവട്ടെ കേട്ടോ. ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നമുക്കറിയാം ഈ ഒരുപാട് പേരൊക്കെ ഇങ്ങനെ കടന്നു വരുന്നത്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. നല്ല തിരക്കാട്ടോ. ഓണത്തിൻ്റെ തിരക്കിങ്ങനെ വരികയാണ്. ഓണത്തിരക്കിലേക്ക് ഇങ്ങനെ നഗരം ഇങ്ങനെ പതുക്കെ കടന്നു വരികയാണ്. എന്തായാലും നമ്മളിങ്ങനെ ആളുകളായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഫൺ വിത്ത് മാവേലി. കേട്ടോ നമസ്കാരമുണ്ട് എന്നോ. ആളുകളെല്ലാം നമ്മളിങ്ങനെ കാണുന്നു. എന്തായാലും സന്തോഷമുണ്ട്. ഫൺ വിത്ത് മാവേലി ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. കുറച്ച് ആൾക്കാരെ കൂടെ നിൽക്കുന്നുണ്ട്, നമുക്ക് അവരോടൊക്കെ ചോദിക്കാം. അപ്പോൾ ഓണം ഇവിടം വരെ ആയി. ഓണം ഇവിടെ എത്തി, തൊട്ട് തുടങ്ങല്ലേ. എങ്ങനെയൊക്കെയാണ്? അടിച്ചു പൊളിക്കാൻ നമുക്ക് ഉഷാറാണ്. പേരെന്താണോ? സുനിൽ. എല്ലാവരും അടിച്ചു പൊളിക്കട്ടെ. പേര് പറഞ്ഞോ? പേരനന്ദൻ. ശിവൻ. അടിച്ചു പൊളിക്കാൻ ഓണം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഓണാഘോഷം എങ്ങനെയൊക്കെയായിരുന്നു? വീട്ടിൽ തന്നെയായിരുന്നോ? എന്നാലും കുഴപ്പമുണ്ടായില്ല. എന്നിട്ട് അടിച്ചു പൊളിക്കപ്പോ അടിപൊളിയായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ തന്നെയായിരുന്നോ? അതേ പുറത്തൊക്കെ? വീട്ടിൽ തന്നെ. പിന്നെ നമ്മുടെ ഇവിടെ പരിപാടികളുണ്ട്. കുമ്മാട്ടിയുണ്ട്, പുലിക്കളി ഉണ്ട്, ഇഷ്ടംപോലെ പരിപാടികളല്ലേ എല്ലായിടത്തും. അടിച്ചു പൊളി തന്നെ. പുലിക്കളിയാണോ കുമ്മാട്ടിയാണോ ഏറെ ഇഷ്ടം? കുമ്മാട്ടിനെയാ. ഞങ്ങളുടെ ദേശം കുമ്മാട്ടിയാ. കിഴക്കമ്പാട്ട് ദേശം ഞങ്ങളുടെ ദേശം കുമ്മാട്ടിയാണ്.
അത് അടിച്ച് പൊളിക്കുക എന്തായാലും, എന്ത് വന്നാലും എത്ര ഇത് വന്നാലും. ഒരു വർഷം മുമ്പ് ഒരുക്കങ്ങൾ തുടങ്ങില്ലയോ? തുടങ്ങി. ഇപ്പം ഇത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒരുക്കങ്ങൾ തുടങ്ങും. പിന്നെ അതിൻ്റെ ദേശക്കുമ്മാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ? അപ്പൊ നമുക്ക് ആ ദേശക്കുമ്മാട്ടിയുടെ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഗംഭീരാണ്. നിങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഗംഭീരാണ് അല്ലേ? അതിന്റെ തുടക്കം എങ്ങനെയാണ്? ഒരു അല്ല ഒരു രണ്ട് വരി ഒന്ന് അങ്ങനെയൊന്നും വലിയൊരു ഐഡിയ പോരാ. പക്ഷെ നമ്മൾ ആസ്വദിക്കും. അങ്ങനെ പുലിക്കളിയൊക്കെ ആസ്വദിക്കും. ചാടിത്തുള്ളൂ. ഓ അപ്പൊ എല്ലാവരും ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോ നോമങ്ങനെ വന്നിരിക്കുകയാണ്. എവിടെ വരെ ആയി ഓണാഘോഷമൊക്കെ? നന്നായിട്ട് പോകുന്നു. ഉഷാറാണോ ഈ പ്രാവശ്യം? അതെ അതെ. അപ്പോ എന്താ പേര്? ജസ്ന. എവിടെ വീട് എവിടെയാ? ആലപ്പുഴ. ആലപ്പുഴക്കാരിയാണ് അല്ലേ? അപ്പൊ തൃശ്ശൂർ വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് തൃശ്ശൂര്? ഇഷ്ടായിക്കൊള്ളാം. എത്ര നാളായി തൃശ്ശൂര്? ഇപ്പോ 1 മാസം കഴിഞ്ഞ് അത്രേ ആയുള്ളൂ. തൃശ്ശൂർ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? രണ്ടുപേരും ആലപ്പുഴയാണോ? അല്ലല്ല, വയനാട്. വയനാടാണ് അല്ലേ? അപ്പോൾ വയനാടും ഉണ്ട് ആലപ്പുഴയുണ്ട്. ഈ ആലപ്പുഴയും വയനാടിൻ്റെ ഇടയ്ക്കുള്ള ഈ തൃശ്ശൂരിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. സാംസ്കാരിക കേരളം അല്ലേ? അതെ അതെ. അപ്പോൾ നാട്ടിലേക്ക് പോകുന്നുണ്ടോ ഓണത്തിന്? പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. കൃഷ്ണപ്രഭ. എവിടെന്ന് പറഞ്ഞേ? മണ്ണാർക്കാട്. എങ്ങനെയുണ്ട് തൃശ്ശൂർ വന്നപ്പോൾ? അടിപൊളി. തിരക്കുണ്ടോ? ഓ, തിരക്കേ ഉള്ളൂ. കുഞ്ഞിന്റെ പേരെന്താ? അവന്തിക പറഞ്ഞിട്ട് പേരെന്താ? മാവേലിയ കുഞ്ഞ അവന്തിക പറഞ്ഞിട്ട് പേരെന്താ? പാട്ട് പാടിക്കൊടുത്ത പാട്ട്. കാക്കേ. എന്തായാലും ഒത്തിരി സന്തോഷം. ഓ താങ്ക് യു. എല്ലാവിധ ആശംസകളും. ഓ താങ്ക് യു. നമസ്കാരം. ഓണാഘോഷം ഓണം അങ്ങനെ പോകുന്നു. എവിടെന്ന് പറഞ്ഞേ? ചേലക്കര. ഓണത്തിന്റെ പർച്ചേസിന് വന്നോണോ? അതെ അതെ. എന്തൊക്കെ വാങ്ങിക്കൂട്ടി? വാങ്ങുന്നുള്ളൂ. തുടങ്ങിയിട്ടുള്ളൂ, എത്തിയിട്ടുള്ളൂ അല്ലേ? ചേലക്കരയിലേക്ക് എങ്ങനെയാ ഓണത്തിന്റെ ഒരുക്കങ്ങളായോ? അടിപൊളി. ഇവിടെ എന്താ ഒരു പ്രത്യേകത ഉണ്ടല്ലോ? എന്താ തലപ്പന്തോ കളി? തലപ്പന്ത് കളി കറക്റ്റ് അറിയില്ല. ഞാൻ കോഴിക്കോട് കാര്യ. കോഴിക്കോട് വരെയാ? കോഴിക്കോട് എന്തോ സംഭവം ഉണ്ടല്ലോ, ഹലുവയോ എന്തോ? കോഴിക്കോട് ഹലുവ. അത് വലിയ സംഭവം അല്ലേ? അതെ. ഒരു ദിവസം വരുമ്പോൾ കഴിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും. ഹാപ്പി ഓണം. അപ്പോൾ ഹാപ്പി ഓണം പറഞ്ഞിങ്ങനെ പോവുകയാണ്. എന്തായാലും സന്തോഷത്തോടു കൂടിയുള്ള ഓണാശംസകളൊക്കെ നേർന്നുകൊണ്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. കണ്ടോ കണ്ടോ ചില്ലിൻ്റെ ഉള്ളിലെ നല്ല വസ്ത്രങ്ങളൊക്കെ കണ്ടോ? ഇതാരത്? പുലിയോ? കടിക്കണ പുലിയല്ല കേട്ടോ, ജീവനില്ല. ഓൻ വിചാരിച്ചു ജീവനുള്ള പുലിയാണോന്ന്. ജീവനുള്ള പുലിയൊന്നും അല്ല. എല്ലാ കടകളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുകളൊക്കെ ഉണ്ട്. തിരക്കിൻ്റെ ഇടയിലൂടെ കണ്ടോ ഇഷ്ടം പോലെ ഓണക്കോടിയെല്ലാം ആളുകളിങ്ങനെ വാരി ഇട്ടേക്കുവാണ്. ആവശ്യത്തിന് എടുക്കുക, ആവശ്യത്തിന് കൊണ്ടുപോവുക. ഉറക്കെ വിളിച്ച് പറയേ. ഓണായി ഓണത്തിന്റെ ഓഫറുകളെ ലുക്കടിച്ച് പോവാന്ന്. അതെന്താ സംഭവമാവോ? അതെന്തായാലും ഒന്ന് പഠിച്ചിരിക്കണം. ലുക്കടിച്ച് പോവാന്ന്. കപ്പലണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. 1000 രൂപ നോമറ എടുത്തു. എങ്ങനെ എപ്പടേ സുഖമാ? എങ്ങനെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ടോ? எந்த கச்சடம் இல்லை, சுகரமாக இருக்கிறோம், நல்லா என்ன இந்த பண்ணி தான் எடுக்கிறோம். അതെ. എവിടെന്നാ പറഞ്ഞേ? ഞാൻ ഇവിടുന്ന് അടുത്ത് തന്നെയാണ്, തൃശ്ശൂർ ടൗണിലാണ്. അപ്പൊ എങ്ങനെ ഇവിടെ ഓണാഘോഷം ഇടവരെയായി? അത് നല്ല നിലയ്ക്ക് പോകുന്നുണ്ട്. അത്തൊക്കെ നന്നായി, ചിത്തിര നന്നായി, ഫോട്ടോസൊക്കെ എടുത്തുണ്ട്. ഓണത്തിന്റെ ഒരുക്കം അങ്ങോട്ട് തകൃതിയാണ്. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ തിരുവോണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതെ അല്ലേ? അതെ. ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. അപ്പോ നല്ലമാരെ കച്ചവടം കിട്ടട്ടെ. മനസ്സിലായോ? അനുഗ്രഹിക്കണം കേട്ടോ. വേറെ 5 100 രൂപ. എങ്ങനെയുണ്ട്? 100 രൂപ സൂപ്പർ. ഓണം ഒന്ന് കണ്ടില്ലേ? ഇതുപോലെ അടിച്ചു അടിപൊളി ഓണാണ്. അങ്ങോട്ട് തകർക്കല്ലേ? പിന്നെന്താ? എന്താ പേര്? എന്റെ പേര് രാജു. വെറും രാജു. ബാലരമയിലെ രാജു ആണോ? അതിനു മുമ്പുള്ള രാജു. രാജുവാണ്. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും നമസ്കാരമുണ്ട്. നോമനെ കണ്ടിട്ട് ഓടരുത്. നോമ വല്ലപ്പോഴും വരണുള്ളൂ. ആകെ ഇങ്ങോട്ട് നീങ്ങിക്ക. ആകെ 10 ദിവസത്തേക്ക് വേണ്ടിയിട്ട് വരണ ആളാ. ഓഫീസിൽ നിന്ന് ഇറങ്ങിയ കുഴപ്പമില്ല. ഞാൻ ഓഫീസിലെ സാറിനോട് പറയാം. കുട്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ, സുരക്ഷിതരായിട്ട്. നോമിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്താ പേര്? വിനീഷ. എവിടെ വീട്? മണ്ണുത്തി. ആര്യ. മണ്ണുത്തിയിൽ മണ്ണുത്തി തന്നെയാണ്. രണ്ടുപേരും ചങ്കാണോ? അതെ അതെ. ചങ്കിന്റെ ചങ്കാണോ? അതാണോ കറുപ്പൊക്കെ ഇട്ടേക്കണേ? അങ്ങനെയൊന്നുമില്ല. ഓണത്തിന്റെ ഒരുക്കം എങ്ങനെയാ ഓഫീസില്? ഓഫീസിൽ നന്നായി ഒരുങ്ങുന്നുണ്ട്. അതാരണം അങ്ങോട്ട് പോയിട്ടില്ല. ഇന്നാണ് ഓണാഘോഷം? അല്ല 12-ാം തീയതി.
ഏത് ഓഫീസാണ്? HDFC ബാങ്കിലാണ്. ബാങ്കിന്റെ. അപ്പോൾ ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ഒരു പാട്ടും കൂടെ നോമിനൊക്കെ പാടി തന്ന ഒരു സമ്മാനം അങ്ങോട്ട് തരും. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കും മുട്ടില്ലതാനും. എങ്ങനെയെങ്കിലും ഒന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി. എന്തായാലും വേട്ടെ, സമ്മാനം കൊടുത്തേക്കാം. നമ്മുടെ സമ്മാന ചേട്ടൻ അവിടെ നിൽക്കുക, സമ്മാനം തന്നിട്ട് വിടണോളൂ. കണ്ടോ, തൃശ്ശൂര് പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു കിടിലൻ സമ്മാനമാണ് കേട്ടോ. എന്നിട്ട് പിടിച്ചോ, രണ്ടുപേരോട്ട് പിടിച്ചോ. സന്തോഷായി. ഇതുപോലൊരു ചതി അല്ലേ? അധികം നോമിനെ കണ്ടപ്പോ സന്തോഷമായി. സന്തോഷായി. പ്രതീക്ഷിച്ചിരുന്നു? പ്രതീക്ഷിച്ചില്ല. ഇല്ല. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ആയോ? എന്തൊക്കെ വാങ്ങിയ കൂട്ടേക്കണേ? ഇതിപ്പോ മോനെ കൊണ്ടുവിടാൻ. മോൻ എന്തിയേ? ഇങ്ങോട്ട് പാടാ, ഇങ്ങോട്ട് ചോദിക്കട്ടെ, ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ. അവിടെ മാറിയേക്കണോ? അബദ്ധം പറ്റിപ്പോയി. എന്റെ ദൈവമേ, മാവേലിയുടെ മുന്നിൽ പെട്ടുപോയില്ലേ? എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖം. ക്ലാസ് ഒക്കെ എങ്ങനെ പോണോ? കുഴപ്പമില്ല. അതെ. അപ്പൊ എന്തായാലും സന്തോഷമുണ്ട്. ഈ പ്രാവശ്യം ഓണത്തിന് എന്താ പരിപാടി? ഈ പ്രാവശ്യം ഓണത്തിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇവിടുത്തെ ഓണൊക്കെ അടിച്ചു പൊളിക്കന്നെ. ടൂറൊന്നും പോണില്ലേ? ആരും ഇല്ല പോവാനായിട്ട്. പോണില്ല അല്ലേ? അപ്പൊ എന്തായാലും അങ്ങനെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. നോമിനെ ക്ഷണിക്കണുണ്ടോ? ക്ഷണിക്കാലോ. ക്ഷണിക്കാന്ന് നമ്മൾ അങ്ങോട്ട് എന്തായാലും നന്നായി വരട്ടെ കേട്ടോ. അപ്പൊ ഹാപ്പി ഓണം. ഹാപ്പി ഓണോട് പറഞ്ഞേ. ഹാപ്പി ഓണം. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ തിരക്ക് പിടിച്ച് നടക്കണ തിരക്കിന്റെ ഇടയിൽ ഇതാ കണ്ടോ, രണ്ടുപേര് നിൽക്കണം. നമസ്കാരമുണ്ട്. എന്താണ് അപ്പൊ പേര്? ശ്രീവത്സൻ. ശ്രീവത്സൻ പേരാണ്. മായ. എവിടെയാണ് രണ്ടുപേരുടെ വീടും ഊരും എന്നാളൊക്കെ? വീട് പൂച്ചട്ടി, തൃശ്ശൂർ തന്നെ. തൃശ്ശൂർ തന്നെ. അവിടെ തന്നെ. അപ്പൊ എങ്ങനെയാ നമ്മുടെ ഓണത്തിന്റെ ഒരുക്കൊക്കെ ആയോ? ഓണത്തിന്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ പുലിക്കളി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെ ആദ്യം ഒരു വാർത്ത കേട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാവുമെന്നാണ് പറയണത്. അപ്പോൾ എല്ലാവർക്കും അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ വയനാടിൻ്റെ ഒരു സംഗതികളൊക്കെ ഉള്ള കാരണം വിഷമമുണ്ട്. എങ്കിലും നമ്മൾ ഓണം ഒരു ഒത്തൊരുമയുടെ ആകർഷമാണല്ലോ. അപ്പോൾ അത് എല്ലാവരും ഈ വർഷവും ഒരു ആവട്ടെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം. അതാണ്. എല്ലാ വർഷത്തെ ഓണാഘോഷം എവിടെന്നാ തുടങ്ങണ? വീട്ടിൽ നിന്നാണോ അതെയോ ഭാര്യ വീട്ടിൽ നിന്നാണോ? എവിടെ നിന്നാണ്? ഓഫീസിൽ നിന്ന് തുടങ്ങുന്നത്. അവിടെ നിന്നാണ് നമ്മൾ അവിടെ തുടക്കം കുറിക്കണത് അല്ലേ? അവിടെ സദ്യയൊക്കെ ഉണ്ട്, കലാപരിപാടികളൊക്കെ ഉണ്ട് അല്ലേ? അതെ അതെ അതെ. ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൂടിച്ചേരലാണ് അല്ലേ? ഈ ഓണത്തിന് വീട്ടിലെ ഒരുക്കങ്ങൾ എങ്ങനെയാ? വീട്ടിലെ എല്ലാ റിലേറ്റീവ്സും വരും. പിന്നെ സദ്യ ഒരുക്കും, അമ്മയുടെ സ്പെഷ്യൽ സദ്യ, അതാണ് മെയിൻ. അമ്മ മാത്രമാണ് അടുക്കളയില്? അല്ല, എല്ലാവരും സഹായിക്കും. കഴിക്കാണോ അതെയോ അരിഞ്ഞൊക്കെയാണോ? അരിയും നാളികേരം ചെറുകും ഒക്കെ എല്ലാം ചെയ്യോ? പിന്നെന്താ, എല്ലാവരും അല്ല ചെയ്യും. ചെയ്യണം. അതായത് ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കൂടിയിട്ട് സദ്യയൊക്കെ അല്ലേ, പായസത്തിനായിട്ടുള്ള തേങ്ങയൊക്കെ പിഴിഞ്ഞ് അല്ലേ? അതൊക്കെ ഒരു രസമാണ്. അപ്പൊ നമുക്കൊരു പാട്ടൊക്കെ പാടിയാലോ? പിന്നെന്താ, പാട്ട് പാടാലോ. പാട്ട് ഇപ്പൊ നമുക്ക് പാടാൻ പറ്റിയത് പൂരങ്ങളുടെ പൂരമുള്ളൊരു നാട് നമ്മുടെ ഓണത്തിന് പുലിറങ്ങണൊരു നമ്മുടെ ഊര്. ഈ പറഞ്ഞ നാടിന് കരയേഴുമൊട്ടുക്കു പേര് കാണണമെങ്കിൽ കാണണം ശുവപ്പേരൂര്. നാടിനൊത്ത നടുവില് വട്ടക്കോട പിടിക്കണ കാട്, തേക്കിൻ കാടെന്ന് പറഞ്ഞു പോരണ നാട്. കാണണമെങ്കിൽ കാണണം ഗടി തൃശിവപ്പേരൂര്. ഉഷാറായിരിക്കണോ? സന്തോഷായിരിക്കണോ? ഈ പാട്ടിന്റെ അസ്തിത്വം ഉണ്ടോ? പാട്ട് കേട്ട് കിടന്ന് ഉറങ്ങാം. പാട്ട് പാടുവോ? അങ്ങനെ ഡാൻസ് കളിക്കാനാണ്. എന്നാലും കുഴപ്പമില്ല. അപ്പൊ കലാകുടുംബാണ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് പറയാം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങോട്ട് തൽക്കാലം കൂടെ നിർത്തിയിട്ട് മറ്റൊരു ദിവസത്തിലേക്ക്, അതായത് വേറൊന്നുമല്ല കേട്ടോ, നാളെ നമ്മൾ വീണ്ടും വരും. അപ്പോൾ മാവേലി ഫൺ വിത്ത് മാവേലിക്ക് ഒരുപാട് പേര് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുന്നുണ്ട്. 2-3 ദിവസമായിട്ട് ഫോൺ എടുക്കാനേ പറ്റണില്ല, ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ മറക്കണ്ട, മാവേലിയോട് സംസാരിക്കാനും ഒക്കെ താല്പര്യമുള്ള ആളുകൾ ഈ താഴെ കാണുന്ന നമ്പറിൽ അങ്ങോട്ട് വിളിക്കുക. അങ്ങോട്ട് വരുമ്പോൾ കൈ നിറയെ സമ്മാനം അങ്ങോട്ട് തരും. അപ്പോൾ ഫൺ വിത്ത് മാവേലി എല്ലാ ദിവസവും രാത്രി 7:45 മുതൽ 8:30 വരെ കാണാൻ മറക്കരുത്.
അത്തം മുതൽ 10 ദിവസം നമ്മുടെ ജില്ലയുടെ സ്വന്തം ചാനലായ ഈ TCVയുടെ ഒപ്പം നമ്മളുണ്ട്. അതിന് ശേഷമേ നമ്മൾ പാതാളത്തിലേക്ക് പോളൂ. അപ്പോൾ എല്ലാവരും നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം ഉണ്ടായിരിക്കട്ടെ.